ഭാഗവത സപ്താഹം എന്ന ആചാരം എങ്ങനെയുണ്ടായി? അതിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു? ഇതിനെക്കുറിച്ചാണ് ഇന്ന് നാം ഗോകുലമാലയിൽ കേൾക്കുവാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഗോകുലമാലയിലേക്ക് സ്വാഗതം. ഭാഗവത സപ്താഹത്തെക്കുറിച്ച് നാം മാത്രം അറിഞ്ഞാൽ പോരാ, നമ്മുടെ കുഞ്ഞുങ്ങളും അറിഞ്ഞിരിക്കണം. കാരണം എന്തെന്നോ, ഇപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും ഭാഗവത സപ്താഹം നടക്കാറുണ്ട്. എന്നാൽ അതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഈ ആചാരം എവിടെ നിന്നുണ്ടായി? ഇതെല്ലാം നാം അറിഞ്ഞിരിക്കേണ്ടതല്ലേ? തീർച്ചയായും അറിഞ്ഞിരിക്കണം. ഭാഗവത സപ്താഹം എന്നത് പുരാണപരമായി ഭാഗവതം 7 ദിവസം തുടർച്ചയായി ആസ്വദിക്കുകയും ശ്രവിക്കുകയും ചെയ്യുന്ന മഹനീയമായ ഒരു അവസരം തന്നെയാണ്. ഇതിൻ്റെ പിന്നിലുള്ള കഥയും ആചാരപരവും ആത്മീയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഭാഗവത സപ്താഹത്തിൻ്റെ ഉദ്ഭവകഥ ഇങ്ങനെയാകുന്നു. പുരാതന കാലത്ത് പരീക്ഷിത് മഹാരാജാവിന് ഒരു ശാപമേൽക്കുന്നു. പരീക്ഷിത് രാജാവ് ആരാണെന്നറിയാമോ? അഭിമന്യുവിൻ്റെയും ഉത്തരയുടെയും പുത്രൻ. അർജുനന്റെയും സുഭദ്രയുടെയും പുത്രനാണ് അഭിമന്യു. ശൃംഗി എന്ന മുനിപുത്രന്റെ ശാപം മൂലം 7 ദിവസത്തിനുള്ളിൽ സർപ്പദംശനമേറ്റ് മരിക്കേണ്ടി വരും എന്നായിരുന്നു പരീക്ഷിത് രാജാവ് നേരിട്ട ശാപം. താൻ ജീവിച്ചിരിക്കുന്ന അവസാന 7 ദിവസങ്ങൾ ആത്മപരിശുദ്ധിക്കും മോക്ഷത്തിനും സമർപ്പിക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. അങ്ങനെ ശുഗമഹർഷിയോട് ഉപദേശം തേടും. ശുഗമഹർഷി വ്യാസമഹർഷിയുടെ പുത്രനാണ്. ശൃംഗി എന്ന മുനിപുത്രന്റെ ശാപം രാജാ പരീക്ഷത്തിന്മേൽ വന്നത് രാജാവ് ചെയ്ത ഒരു അപമാനത്തെ തുടർന്നാണ്. പക്ഷെ അതിൻ്റെ ഫലങ്ങൾ അത്രയധികം ഗൗരവമായിരുന്നു എന്നുള്ളതാണ് പുരാണങ്ങൾ കാട്ടിത്തരുന്നത്. ഒരിക്കൽ രാജാ പരീക്ഷത്ത് വേട്ടയ്ക്കിടെ ക്ഷീണിച്ച് ദാഹിച്ച് ഒരു മുനിയാശ്രമത്തിൽ എത്തിച്ചേരുന്നു. എന്നാൽ ആ ആശ്രമത്തിൽ അഗാധമായ തപസ്സിലേർപ്പെട്ട ഷമീക ഇതൊന്നും തന്നെ അറിഞ്ഞിരുന്നില്ല. രാജാവ് ഷമീകയോട് ദാഹജലം തരുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ മഹർഷി ഇതിനൊന്നും തന്നെ പ്രതികരിച്ചില്ല. തപസ്സിൽ ആഴമായിരുന്നതിനാൽ അദ്ദേഹം അത് കേട്ടില്ല എന്നതാണ് സത്യം. അതിനെ അപമാനമായി കരുതിയ രാജാവ് ആ മുനിയുടെ കഴുത്തിൽ മരിച്ച ഒരു സർപ്പത്തെ കൊണ്ടു കിടത്തുകയായിരുന്നു. എന്നാൽ പിന്നീട് ഷമീക മുനിയുടെ പുത്രൻ ശൃംഗി ഇതറിയുകയും അതിനെ മഹാദോഷമായി കണക്കാക്കുകയും ചെയ്തു. യുവരാജാവായ പരീക്ഷിത്ത് തപസ്സിൻ്റെ മൂല്യവും ബോധവുമില്ലാതെ ചെയ്യാത്ത പാപത്തിന് 7 ദിനത്തിനകം തക്ഷകന്റെ ശിക്ഷ അനുഭവിക്കട്ടെ എന്ന് ശപിക്കുന്നു. അതായത് 7-ാം ദിവസത്തിൽ തക്ഷകൻ എന്ന വിഷസർപ്പം രാജാവിനെ കടിച്ചുകൊല്ലും എന്നായിരുന്നു ആ ശാപം. ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ രാജാവ് മരണത്തെ ഭയന്നല്ല, എന്നാൽ ആത്മീയ ഉദ്ധാരണത്തിനായി ജീവകാരുണ്യത്തിന് മാതൃകയായി അദ്ദേഹം തൻ്റെ രാജധാനിയെയും ആലങ്കാരികമായ ജീവിതത്തെയും എല്ലാം വിട്ട് ഗംഗാതീരത്ത് ജലത്തിലിരിക്കുകയും ആത്മസംയമനം സ്വീകരിക്കുകയും ചെയ്തു. അവിടെ ശ്രീ ശുകാചാര്യൻ പ്രത്യക്ഷനായി. ഭാഗവതത്തെക്കുറിച്ചും ജീവിതത്തെയും ആത്മാവിനെയും മോക്ഷത്തെക്കുറിച്ചും 7 ദിവസം തുടർച്ചയായി ഉപദേശം നൽകുന്നതാണ് ഭാഗവത സപ്താഹം എന്ന ആചാരത്തിൻ്റെ ആധാരകഥ. ശുകമുനിയുടെ വരവിനെക്കുറിച്ച് ഭാഗവതത്തിൻ്റെ 8ാം അതിമനോഹരമായി വിവരിക്കുന്നുണ്ട്. ശുകമുനിയുടെ വരവ് മഹാത്മാക്കളായ ഋഷിമാർക്കും ദേവതകൾക്കും ആന്തരിക ജ്ഞാനത്തിലൂടെയാണ് അറിയുന്നത്. ഭാഗവത സപ്താഹം നടത്തുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ്? ഭക്തിയുടെ ഉണർവും ആത്മീയ ഉണർവും ലഭിക്കുന്നു. പാപനാശം, മാനസിക സമാധാനം, ആകർഷണ ശക്തി ലഭ്യമാകുന്നു. ശ്രവണ യജ്ഞം, കേൾവിയിലൂടെ ജ്ഞാനം ലഭിക്കുന്നതിൻ്റെയും മോക്ഷത്തിൻ്റെയും മാർഗം. പൊതുസമൂഹത്തിൽ ധാർമ്മിക ബോധം വളർത്തുന്നു. ശുഭഫലങ്ങൾ എന്തെന്നാൽ കുടുംബക്ഷേമം, വിദ്യ, ബുദ്ധിവർദ്ധനവ്, ആരോഗ്യവർദ്ധനവ് എന്നിവയാകുന്നു. ക്ഷേത്രങ്ങളിൽ ഇതിൻ്റെ പ്രാധാന്യം എന്താണ്? ആധുനിക ജീവിതത്തിലെ മാനസിക വിഷമതകൾക്കും ആത്മീയ പരിഹാരമാണ് ഇത്. നമ്മുടെ ഇളയ തലമുറകൾക്ക് പൗരാണിക മൂല്യങ്ങൾ പഠിപ്പിക്കാൻ അതിശയകരമായ ഒരു അവസരം. ക്ഷേത്രങ്ങൾക്കുള്ളതായ വിശുദ്ധതയും ആകർഷണവും ഇതിൻ്റെ മാഹാത്മ്യം വർദ്ധിപ്പിക്കുന്നു. ഭക്തജനങ്ങളെ ഒരുമിപ്പിച്ച് ദൈവ സംസ്കാരം വളർത്തുന്നു. ഗ്രാമീണ മേഖലയിലും നഗരങ്ങളിലും ആത്മീയ ബോധവൽക്കരണവും ആണ് ഭാഗവത സപ്താഹം നൽകുന്നത്. ഭാഗവത സപ്താഹം ഒരേ സമയം ആചാരവും അനുഭവവുമാണ്. ഇത് കേവലം കഥയല്ല, ഇതൊരു ആത്മീയ യാത്രയാണ്. ഭാഗവത ശൃംഖലയിൽ നമ്മുടെ മനസ്സിൻ്റെ ചാഞ്ചല്യം ഇല്ലാതാക്കാനും ജീവിതം തളിർക്കാനും അതിന് ശക്തിയുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിദ്യാർത്ഥിക്ക്, ഒരു കുടുംബത്തിനും, ഒരു സമൂഹത്തിനും കിട്ടുന്ന ആത്മീയ ഉണർവിന് പകരം വയ്ക്കാൻ മറ്റൊന്നിനാവില്ല. ഈ കലിയുഗത്തിൽ ഭാഗവത സപ്താഹം പോലെയുള്ള ആചാരങ്ങൾ എല്ലാവർക്കും ഉണർവും സന്തോഷവും സമാധാനവും നൽകട്ടെ എന്നും ആശംസിക്കുന്നു.